ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ പാട്ട് പാടാനായി വരുന്നതും കാത്ത് മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം കാത്തു നിൽക്കുന്നു. അപ്പോഴാണ് കൃത്യസമയത്തേക്ക് ശ്യാമയുടെ എത്തുമോ എന്ന് അവർ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു കാർ വന്നു നിന്നതും കാറിൽ നിന്ന് അഖിലും ശ്യാമയും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് അവർക്ക് വലിയ സന്തോഷമായി. അവർ കൃത്യം പങ്ക്ച്വാലിറ്റി കാക്കുന്ന മേഡമാണ്, കണ്ടില്ലേ, കൃത്യസമയത്ത് തന്നെ അവരെത്തി എന്ന് ആ പ്രൊഡ്യൂസറുടെ PA പറയുന്നു. ഉടനെ തന്നെ അവർ വളരെ സന്തോഷത്തോടെ ശ്യാമയെ സ്വീകരിച്ചു. ശ്യാമ അകത്തേക്ക് വന്നതും മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ കാത്തിരിക്കുകയാണെന്നും വേഗം അകത്തേക്ക് വരുമെന്ന് പറഞ്ഞ് അവർ ശ്യാമയെ സ്വീകരിച്ച് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ റെക്കോർഡിംഗിസ്റ്റ് ആയിട്ടുള്ള ആള് തന്നെ ശ്യാമയെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി ശ്യാമയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അഖിലിനെയും ശ്യാമയെയും അവർ രണ്ടുപേരും വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് അവിടേക്ക് എത്തിയത്. ഞങ്ങള് ഇവിടെ റെക്കോർഡിങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കി കഴിഞ്ഞു, എന്തായാലും ഒന്നുകൂടി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോകുമ്പോൾ അഖിലും ശ്യാമയും അവിടെ വന്ന് അവിടെ മ്യൂസിക് ഡയറക്ടറുടെ ഒക്കെ മുന്നിലായിട്ട് അവർ വന്നിരിക്കുന്ന കാഴ്ച കണ്ടതോടെ വേഗം തന്നെ ആ റെക്കോർഡിംഗ് ഐശ്വര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. മേഡം, ശ്യാമ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും മേഡം പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് പ്രശ്നമൊന്നും വരില്ലല്ലോ അല്ലേ എന്ന് വീണ്ടും അയാൾ അന്വേഷിച്ചു. ഇല്ലടോ, തനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് ഐശ്വര്യ അയാൾക്ക് വാക്ക് നൽകുന്നു. ഇത് കേട്ട ആ നിമിഷം ആ റെക്കോർഡിംഗിസ്റ്റ് പറഞ്ഞു, എന്നാ മേഡം ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇന്ന് തന്നെ ആ ശ്യാമ ആ മൈക്കിലേക്ക് തൊടുന്ന ആ നിമിഷം ഈ ലോകം വെടിഞ്ഞിരിക്കും. അത് തീർച്ച. ശ്യാമയുടെ ജീവൻ ഇന്നത്തോടെ അവസാനിക്കും. ഇത് ശ്യാമയുടെ ലാസ്റ്റ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയാണ്. ഇനി ഒരിക്കലും ശ്യാമ പാടാൻ പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം അങ്ങനെ ശ്യാമയുടെ മരണം ഉടനെ തന്നെ സംഭവിക്കുമെന്നെല്ലാം അവർ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ച്ചു. അതിനുശേഷം അഖില് ശ്യാമയോടൊപ്പം അവിടെ ഇരിക്കുമ്പോ പെട്ടെന്ന് ശ്യാമയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ആ PA വന്ന് അന്വേഷിച്ചത് ശ്യാമ ഒന്നും വേണ്ട എന്ന് അറിയിച്ചു. അപ്പോഴാണ് അഖിലിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. അഖില് കോൾ അറ്റൻഡ് ചെയ്യാനായി ആ ഫോണുമായി പുറത്തേക്ക് പോകുന്ന സമയത്ത് ശ്യാമയ്ക്കുള്ള ചൂട് ചായയുമായി അവിടേക്ക് കണ്ണൻ എത്തുന്നു. കണ്ണൻ ചായയുമായിട്ട് വന്ന് ശ്യാമയെ വിളിച്ചു. ശ്യാമേച്ചി, ഇതാ നല്ല ചൂട് ചായ ഉണ്ട്, ഇത് കുടിക്കും ശ്യാമേച്ചി എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, എനിക്ക് ചായ വേണ്ടെന്ന് ഞാൻ പറഞ്ഞാണല്ലോ, പിന്നെന്താ കുടിക്കാൻ എനിക്കൊന്നും വേണ്ടായിരുന്നു എന്ന് ശ്യാമ പറഞ്ഞതും കണ്ണൻ പറഞ്ഞു, ശ്യാമേച്ചി ഈ ചൂട് ചായ കുടിക്കേ, എന്നിട്ട് വേണ്ടേ ആ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആകാൻ പോകുന്ന ആ തമിഴ് പാട്ട് പാടുവാൻ എന്ന് അറിയിച്ചു. ഇത് കേട്ട ഉടനെ ശ്യാമ ചോദിച്ചു, അതെങ്ങനെയാ അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആകുമെന്ന് നിനക്ക് മനസ്സിലായത്? ഞാൻ ആ പാട്ട് പാടി പോലും ഇല്ലല്ലോ എന്ന് ശ്യാമ പറഞ്ഞതും ആ കണ്ണൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം ശ്യാമേച്ചി. അതെ, ശ്യാമേച്ചി ഈ ചായ കുടിച്ചാൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പാട്ട് സൂപ്പർ ഹിറ്റ് ആണ്, ശ്യാമേച്ചി നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോ കണ്ണന്റെ ആ വാക്കുകൾ കേട്ട് ശ്യാമ കണ്ണന്റെ കയ്യിൽ നിന്ന് ആ ചായ വാങ്ങിച്ച് കുടിക്കാൻ തയ്യാറായി. ശ്യാമ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണനെ നോക്കുമ്പോ കണ്ണൻ പറഞ്ഞു, ശ്യാമേച്ചി ഇന്നത്തെ ഈ പാട്ട് സൂപ്പർ ഡൂപ്പർ ആകും, അത് തീർച്ച. ശ്യാമേച്ചി ഒന്നും പേടിക്കണ്ട. പിന്നെ ഒരു പ്രശ്നമുണ്ട് ശ്യാമേച്ചി എന്ന് കണ്ണൻ പറഞ്ഞത് കേട്ട് ശ്യാമ അതിശയപ്പെട്ടു നോക്കുന്നു. എന്താ കാര്യം എന്നുള്ള ആശങ്കയിൽ ശ്യാമ നോക്കുമ്പോ ഒരു വലിയൊരു പ്രശ്നം സംഭവിക്കും ശ്യാമേച്ചി, ശ്യാമേച്ചി സൂക്ഷിക്കണം, ശ്യാമേച്ചിക്ക് വലിയൊരു ആപത്ത് വരാൻ പോകുന്നുണ്ട് എന്ന് ശ്യാമയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് കണ്ണൻ. കണ്ണന്റെ വാക്കുകൾ കേട്ട ശ്യാമ ആകെ ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും ശ്യാമയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് അന്ന് തന്റെ അനുജൻ അപ്പുവിന് വേണ്ടി ഹോസ്പിറ്റലിൽ കണ്ണന്റെ മുന്നിൽ നിന്ന് താൻ പൊട്ടിക്കരഞ്ഞതും കണ്ണനെ കാര്യമോർത്ത് അന്ന് അപ്പുവിന് വേണ്ടി കണ്ണനോട് താൻ കരഞ്ഞപേക്ഷിച്ച സമയത്ത് അപ്രതീക്ഷിതമായി അവിടേക്ക് തന്റെ അരികിലേക്ക് വന്ന കണ്ണൻ അന്ന് അപ്പുവിന് ഒന്നും സംഭവിക്കില്ലെന്നും ശ്യാമേച്ചിയുടെ കണ്ണൻ എപ്പോഴും ശ്യാമേച്ചിക്കൊപ്പം ഇല്ലേ, അപ്പൊ പിന്നെ അപ്പുവിന് ഒരാപത്ത് സംഭവിക്കില്ല, ശ്യാമേച്ചി നോക്കിക്കോ, ശ്യാമേച്ചി ഇപ്പോ കരഞ്ഞ് ഇങ്ങോട്ട് ഓടിപ്പോരുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോഴാണ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ വാർത്ത എല്ലാവരോടും പറഞ്ഞത്. അപ്പോ കണ്ണു തുറന്നു എന്ന്, അപ്പുവിന് ഒരു കുഴപ്പവുമില്ല എന്ന്. ശ്യാമേച്ചി ആകെ വിഷമത്തിലാണെന്ന് അറിഞ്ഞപ്പോ ഞാനത് പറയാനായിട്ട് വന്നതാണ് എന്ന് കണ്ണൻ ശ്യാമയോട് പറഞ്ഞ ആ നിമിഷങ്ങളെ കുറിച്ച് ശ്യാമ ഓർമ്മിച്ചു. ഉടനെ തന്നെ കണ്ണൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ശ്യാമ കണ്ണനെ പിടിച്ചു നിർത്തുന്നു. അതെ, ഒന്ന് തന്നെ അന്ന് ഹോസ്പിറ്റലിൽ വന്നില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ശ്യാമയോട് ഇന്ന് എന്നിങ്ങനെ കണ്ണൻ അന്വേഷിച്ചു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അല്ല ഹോസ്പിറ്റലിൽ അന്ന് വന്ന് എന്നോട് പറഞ്ഞില്ലേ, അല്ല ശരിക്കും എന്താ പേര് ഇങ്ങനെ ചോദിച്ചപ്പോ എന്റെ പേര് കണ്ണൻ എന്നാണെന്ന്
കണ്ണൻ മറുപടി നൽകി. അത് കേട്ടതും ശ്യാമയ്ക്കാകെ അതിശയമായി. അല്ല, കണ്ണന്റെ വീട് എവിടെയാ എന്ന് ചോദിച്ചപ്പോ കണ്ണൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. കണ്ണന്റെ ആ ചിരി കൂടി കണ്ടതോടെ ശ്യാമയ്ക്ക് ഇപ്പോഴും അന്ന് നടന്ന സംഭവവും ഇപ്പൊ നടന്ന സംഭവങ്ങളും വിശ്വസിക്കാനാകാതെ അതിശയപ്പെട്ട് നിൽക്കുകയാണ്. അന്ന് തന്റെ അരികിലെത്തി അപ്പുവിനൊന്നും സംഭവിക്കുകയില്ല എന്നും അപ്പുവിന് ഒരു കുഴപ്പവുമില്ല എന്നും അന്ന് തന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ഇപ്പതാ തനിക്ക് കുടിക്കാനായി ചായയുമായി വരികയും തനിക്ക് ഒരു മുന്നറിയിപ്പ് എന്നോണം ഒരാപത്ത് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ കണ്ണന്റെ വാക്കുകളെ കുറിച്ചൊക്കെ ശ്യാമ ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോ അഖില് അവിടേക്ക് എത്തുന്നു. അഖിൽ വന്ന് ശ്യാമയോട് ചോദിച്ചു, എടോ താൻ എന്താടോ ഇങ്ങനെ അതിശയപ്പെട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചത്. ശ്യാമ പറഞ്ഞു, അത് പിന്നെ അഖിൽ സാർ, കണ്ണൻ എന്ന് പറഞ്ഞപ്പോ അഖില് കണ്ണനോ എന്ന് ചോദിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് അവിടേക്ക് ആ PA എത്തിയത്. അദ്ദേഹം വന്ന് ശ്യാമയോട് പറഞ്ഞു, മേഡം അവിടെ റെക്കോർഡിങ്ങിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡിയായി, മേഡം വന്നോളൂ എന്നറിയിച്ചു. അങ്ങനെ റെക്കോർഡിങ്ങിനായിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ശ്യാമയും വിളിച്ചുകൊണ്ട് അഖില് അകത്തേക്ക് കയറുമ്പോ അവിടെ തൊട്ടരികിലായി അപ്പുറത്ത് മാറി ഒരു കൃഷ്ണ വിഗ്രഹം ഇരിക്കുന്നത് ശ്യാമ കാണാനിടയെ. ഉടനെ തന്നെ അഖിലിനോട് ശ്യാമ പറഞ്ഞു, അഖിൽ സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ശ്യാമ ആ കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. ശ്യാമ അങ്ങനെ പ്രാർത്ഥനയോടെ കണ്ണനോട് നന്ദി പറയുകയും എന്റെ ഒപ്പം എപ്പോഴും കണ്ണ നീ ഉണ്ടല്ലോ, എനിക്ക് ഏത് നിമിഷവും എന്ത് സഹായത്തിനും ഏത് ആപത്തിലും എനിക്ക് കരുതലായിട്ടും എന്നെ സഹായിക്കുവാനും എന്നെ സംരക്ഷിക്കാനും നീ ഒപ്പം ഉണ്ടല്ലോ കണ്ണ എന്ന് പറഞ്ഞ് കണ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ. ഇതെല്ലാം കണ്ട് അഖിൽ വളരെ സന്തോഷപൂർവ്വം ശ്യാമയുടെ ആ ഭക്തിയും സ്നേഹവും ഒക്കെ കണ്ട് അങ്ങനെ അതിശയത്തോടെ നോക്കി നിന്നു. അങ്ങനെ അവർ നോക്കി നിന്ന് ശ്യാമ അങ്ങനെ കണ്ണനെ നോക്കി പ്രാർത്ഥനയോടെ നിൽക്കുമ്പോ അഖിൽ അതെല്ലാം കണ്ട് പുഞ്ചിരിയോടെ അങ്ങനെ അതെല്ലാം കേട്ട് സന്തോഷപൂർവ്വം അഖിലിന്റെ ഒപ്പം നിന്നുകൊണ്ട് ശ്യാമ കണ്ണന് നന്ദി പറയുന്നത് കണ്ട് അഖിലും തന്റെ മനസ്സുകൊണ്ട് കണ്ണനെ നന്ദി അറിയിച്ചു. അതിനുശേഷം ശ്യാമ വേഗം റെക്കോർഡിങ്ങിനായി അകത്തേക്ക് കയറുന്നു. സ്റ്റുഡിയോയ്ക്ക് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും മ്യൂസിക് ഡയറക്ടർ അരികിലേക്ക് എത്തിയ പ്രൊഡ്യൂസർ ചോദിച്ചു, എന്താ എല്ലാം ഓക്കെ അല്ലേ സാർ? അപ്പോഴേക്കും അതെ എല്ലാം ഓക്കെയാണ്, എവിടെ പാട്ടുകാരി എവിടെ, എന്തായാലും ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മ്യൂസിക് ഡയറക്ടർ പോകാൻ തുടങ്ങുമ്പോ വേഗം ആ റെക്കോർഡിങ്സ് പറഞ്ഞു, വേണ്ട സാർ ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്, ഇനി പ്രത്യേകിച്ച് സാറ് നോക്കേണ്ട ആവശ്യമില്ല എന്നറിയിച്ചു. അത് കേട്ടതോടെ മ്യൂസിക് ഡയറക്ടർ ഓ ശരി എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. ഈ സമയത്ത് ആ റെക്കോർഡിങ്സ് ആലോചിച്ചു, ദൈവമേ സാറെങ്ങാനും പോയി ചെക്ക് ചെയ്യാൻ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നാലോചിച്ച് ആ റെക്കോർഡിങ്ങിസ്റ്റ് ആകെ അന്തിച്ചങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ശ്യാമയും അഖിലും അകത്തേക്ക് എത്തി. ശ്യാമയെ കണ്ട ഉടനെ തന്നെ പ്രൊഡ്യൂസർ പറഞ്ഞു, ഇതാണ് ശ്യാമ മേഡം. ശ്യാമ മേഡത്തെ കുറിച്ച് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴേക്കും മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, ഇതാണല്ലേ പ്രശസ്തയായ കൃഷ്ണഭക്തയും ഗായികയുമായ ശ്യാമ. എന്തായാലും കാണാൻ കഴിഞ്ഞതിലും ഈ സ്വരമാധുര്യം നേരിട്ട് കേൾക്കാൻ സാധിക്കുന്നതിലും വളരെയേറെ സന്തോഷമുണ്ട് എന്ന് ശ്യാമയോട് അദ്ദേഹം അറിയിച്ചു. അപ്പോഴേക്കും ശ്യാമ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുമ്പോ പ്രൊഡ്യൂസർ പറഞ്ഞു, ഇദ്ദേഹത്തെ അറിയത്തില്ലേ, മലയാളത്തെക്കാളേറെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലൊക്കെ വമ്പൻ ഹിറ്റുകളായ എല്ലാ സൂപ്പർ ഹിറ്റ് പാട്ടുകളും ഇദ്ദേഹത്തിന്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് അത് ആ മ്യൂസിക് ഡയറക്ടറെ കുറിച്ച് സുബ്രഹ്മണ്യ ഭാരതിയാർ സംസാരിച്ചു. അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട ശ്യാമ പറഞ്ഞു, എന്തായാലും സാറിന്റെ കൂടെ ഒരു പാട്ടെങ്കിലും ചെയ്യാൻ കഴിയുക എന്നത് മഹാഭാഗ്യം തന്നെയാണ് എന്ന് ശ്യാമയും അദ്ദേഹത്തെ പുകഴ്ത്തി തന്നെ സംസാരിക്കുന്നു. അതെല്ലാം കേട്ടതും എന്നാൽ ശരി നമുക്ക് റെക്കോർഡ് ചെയ്യാം എന്ന് പറഞ്ഞ് റെക്കോർഡിംഗ് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമയോട് ബൂത്തിലേക്ക് കയറിക്കൊള്ളാനായി അറിയിച്ചു. അങ്ങനെ ശ്യാമ ബൂത്തിലേക്ക് കയറിയതും ഉടനെ തന്നെ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ശ്യാമയുടെ ആ ആലാപനം ഒന്ന് കേൾക്കാനായി കാത്തു നിൽക്കുമ്പോൾ ശ്യാമ അകത്തേക്ക് കയറി ചെന്ന് ആ ബൂത്തിനുള്ളിൽ മൈക്കിന് മുന്നിലായിട്ട് നിന്ന് പ്രാർത്ഥനയോടെ ശ്യാമ തൊഴുകൈകളോടെ അല്പനേരത്തേക്ക് പ്രാർത്ഥിച്ചു നിന്നു. ഇത് കണ്ട ഉടനെ അഖിൽ ഓക്കെ എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് എല്ലാ വിശ്വസും നേർന്നു കഴിയുമ്പോൾ ശ്യാമ വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെയും പാടാനായി തയ്യാറായി. ആ മൈക്ക് കയ്യിലേക്ക് എടുക്കുന്ന നിമിഷം ആ നിമിഷം തന്നെ ശ്യാമ ഷോക്കടിച്ച് മരണത്തിന് കീഴടങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ റെക്കോർഡിംഗ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്യാമ അതിൽ തൊടാനായി കൈ ഉയർത്തി ശ്യാമ ഓക്കെ അല്ലേ എന്ന മ്യൂസിക് ഡയറക്ടറുടെ ചോദ്യത്തിന് ഓക്കെയാണ് സാർ എന്ന് പറഞ്ഞ് ശ്യാമ വേഗം അതിൽ തൊടാൻ ചെന്നതും ആ നിമിഷം തന്നെ പെട്ടെന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ആ ഒരു ബൂത്തിലെ കറണ്ട് ഇല്ലാതാകുന്നു. ആ ഒരു സ്ഥലത്തേക്കുള്ള പവർ സപ്ലൈ പെട്ടെന്ന് ഇല്ലാതായതോടെ എല്ലാവർക്കും ആകെ അതിശയമായി. ശ്യാമ അത് കൈ കൊണ്ട് തൊടാൻ
തുടങ്ങിയ ആ നിമിഷത്തിൽ തന്നെയാണ് അവിടുത്തെ കറണ്ട് പോയത്. അത് കണ്ടതോടെ റെക്കോർഡിങ്സിന് ആകെ നിരാശയായി. ഈ ശ്യാമയ്ക്ക് ആയുസ് വാരിക്കോരി കൊടുത്തിരിക്കുകയാണല്ലോ ഈശ്വരൻ എന്ന് അയാൾ മനസ്സുകൊണ്ട് ദൈവത്തെ ശപിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അവിടെ നിന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു, എടോ ഇതെന്തോ ഒരു ദുശകനം പോലെ തോന്നുന്നു. കൃത്യസമയത്ത് ഇങ്ങനെ ഒരു പവർ ഫെയില്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് തൊട്ടടുത്തുള്ള സ്റ്റുഡിയോയിലേക്ക് പോവാം, അതാ നല്ലത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, ഓ ശരി സർ, എന്നാൽ കുഴപ്പമില്ല എന്ന് അദ്ദേഹം സമ്മതം മൂളിയതും അവിടുന്ന് ബൂത്തിൽ നിൽക്കുന്ന ശ്യാമയെ നോക്കിയിട്ട് പ്രൊഡ്യൂസർ പറഞ്ഞു, ശ്യാമ മേഡം, എനിക്ക് ഈ ശകുനത്തിലൊക്കെ അല്പം വിശ്വാസമുള്ള കൂട്ടത്തിലാ. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ സ്റ്റുഡിയോയിൽ പോയി ഇന്നത്തെ റെക്കോർഡിംഗ് നടത്തിയാലോ? എന്തായാലും ഇവിടെ ഇന്നിനി വേണ്ട എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ മേഡം, മേഡത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, കുഴപ്പമില്ല സാർ, ഞാൻ ഓക്കെയാണ് എന്ന് ശ്യാമ സമ്മതിച്ചു. അപ്പോഴേക്കും ശ്യാമ ബൂത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ശ്യാമയെ കൂട്ടിക്കൊണ്ടു പോകാൻ നിൽക്കുന്ന അഖിലിന്റെ അരികിലേക്ക് ശ്യാമ എത്തി. ഉടനെ തന്നെ അഖിൽ ശ്യാമയെ ആശ്വസിപ്പിച്ചു, എടോ സാരമില്ലടോ, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ശ്യാമ മറ്റൊരു സ്റ്റുഡിയോയിൽ വന്ന് പാട്ട് പാടാനായി തയ്യാറാകുന്നു. അങ്ങനെ പാട്ടുപാടി അവിടെ നിന്ന് ശ്യാമ നല്ല ഭംഗിയായി ആ പാട്ട് പാടുന്നത് കേട്ട് അവിടെ എല്ലാവർക്കും വളരെയേറെ സന്തോഷമായി. ഈ സമയത്ത് ശ്യാമയുടെ ആലാപന ശൈലിയും ആ ഭംഗിയായ സൗണ്ടുമെല്ലാം കേട്ടതോടെ എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ശ്യാമയുടെ ആ പാട്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞതും ആ റെക്കോർഡിംഗിസ്റ്റ് ആകെ ദേഷ്യത്തിൽ ശ്യാമയുടെ ഈ എതിരെ ഉണ്ടായ ഇത്തവണത്തെ ആ ഒരു പ്രവൃത്തി അത് തനിക്ക് ഒരു വലിയൊരു നഷ്ടം വരുത്തിയതിന്റെ നിരാശയിലും ആ റെക്കോർഡിംഗിസ്റ്റ് കലിയോടെ ശ്യാമയെ നോക്കി. ശ്യാമ പാട്ട് പാടുന്ന മറ്റെല്ലാവരും ആസ്വദിക്കുമ്പോൾ അയാൾ മാത്രം ആകെ ദേഷ്യത്തോടെയും പകയോടെയും ശ്യാമയെ നോക്കുന്നു. അവസാനം പാട്ടെല്ലാം വളരെ ഗംഭീരമായി പാടി അവസാനിപ്പിച്ചു കഴിയുമ്പോൾ എല്ലാവരും വളരെ സന്തോഷപൂർവ്വം അരികിലെത്തി ശ്യാമയെ അഭിനന്ദിച്ചു. ഇത് പമ്പൻ ഹിറ്റ് ആകുമെന്ന് അവരെല്ലാവരും പരസ്പരം പറയുന്നു. അതിനുശേഷം ശ്യാമ ഈ പാട്ടെല്ലാം പാടിക്കഴിഞ്ഞ് അവിടുന്ന് പോകാനായി റെഡിയാകുന്ന നേരത്ത് റെക്കോർഡിംഗിസ്റ്റ് ആകെ ദേഷ്യത്തോടെ കഴിഞ്ഞ ദിവസം അല്പം മുമ്പ് താൻ ശ്രമിച്ച ആ ഒരു പ്രവൃത്തി അത് തനിക്ക് ആകെ നിരാശ ഉണ്ടാക്കിയതിൽ ആകെ വിഷമത്തോടെ അയാൾ വേഗം തന്നെ ആ ബൂത്തിലേക്ക് കയറി ചെന്ന് ആ മൈക്കിലേക്ക് ഒന്ന് കടന്നു പിടിച്ചു. എന്നാലും എന്തോ സംഭവിച്ചത് എന്നാലോചിച്ച് അയാൾ ആ മൈക്കിലേക്ക് തൊട്ടതും ആ നിമിഷം അയാൾക്ക് ഷോക്ക് അടിക്കുന്നു. അയാൾ ആ മൈക്കിൽ തൊട്ടപ്പോഴേക്കും ഷോക്ക് അടിച്ച് അയാൾ ആകെ തളർന്ന അവശനായി നിലത്തേക്ക് വീഴുന്നു. അയാള് ഷോക്ക് അടിച്ച് അങ്ങനെ നിൽക്കുന്ന ആ കാഴ്ച കണ്ട് അഖിലും അവിടേക്ക് ഓടിയെത്തി. അയാളെ രക്ഷിക്കാനായി എന്താ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ അഖിൽ അടുത്തിരുന്ന വലിയൊരു വടിയെടുത്ത് അയാളുടെ പുറത്തിനിട്ട് അടിക്കുന്നു. അങ്ങനെ അയാളെ ആ മൈക്കിൽ നിന്ന് അയാളുടെ കൈ വിടുവിച്ചതിന് ശേഷം നിലത്തേക്ക് വീണ് അയാളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് അഖിൽ അവിടെയുള്ള മറ്റെല്ലാവരോടുമായി അറിയിച്ചു. ഉടനെ തന്നെ ആ പ്രൊഡ്യൂസറുടെ പിയെയും മറ്റും ആ റെക്കോർഡിംഗ്സിനെയും പൊക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതിനോടകം ആ റെക്കോർഡിംഗ്സ് ആകെ നിരാശയോടെ ഐശ്വര്യയെ വിളിച്ച് പറയുകയും ചെയ്തു, മേഡം, ഇത്തവണ ശ്യാമയെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ അവളെ വകവരുത്താൻ കഴിഞ്ഞില്ല. കാരണം അവൾക്ക് ദൈവം അപാര ആയുസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവൾ വളരെ വിദഗ്ധമായി തന്നെ രക്ഷപ്പെട്ടു എന്ന അയാളുടെ വാക്ക് കേട്ട് ഐശ്വര്യ ദേഷ്യപ്പെട്ടു. എനിക്ക് ഈ നിമിഷം തന്നെ എന്റെ 10 ലക്ഷം രൂപ നീ തിരിച്ചു തന്നിരിക്കണം. നിന്നെയൊക്കെ വിശ്വസിച്ചാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഇതാണോ നീ എല്ലാം റെഡിയാക്കി തരുമെന്ന് പറഞ്ഞത് എന്നെല്ലാം ചോദിച്ച് ഐശ്വര്യ അയാളുടെ നേരെ തട്ടിക്കയറുന്നു. അവസാനം ആകെ നിരാശയായോടെ അയാൾ ആ ബൂത്തിലേക്ക് കയറിയത്. എന്തായാലും ശ്യാമയ്ക്കെതിരെ പ്രയോഗിച്ച ആ ഒരു പദ്ധതി കൃത്യമായി തന്നെ അയാൾക്കെതിരെ തിരിയുന്നു. അങ്ങനെ അയാൾ അതിനിരയായി തീരുകയും ചെയ്തു. അതിനുശേഷം ശ്യാമയ്ക്ക് കാര്യങ്ങൾ ബോധ്യമായി. കൃത്യസമയത്ത് തന്റെ അരികിലെത്തി കണ്ണൻ തന്നെ ആപത്തിൽ നിന്ന് രക്ഷിച്ചതിനെ കുറിച്ച് ശ്യാമ പെട്ടെന്ന് ഓർമ്മിച്ചു. അഖിലിന്റെ അരികിലേക്ക് എത്തി ശ്യാമ പറഞ്ഞു, അഖിൽ സാർ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ശ്യാമ അഖിലിനെയും വിളിച്ചുകൊണ്ട് നേരെ അവിടെ നിന്ന് ആ കൃഷ്ണ വിഗ്രഹത്തിനരികിലേക്ക് വന്ന് ഭഗവാനോട് നന്ദി അറിയിക്കുന്നു. അതിനുശേഷം ശ്യാമയും അഖിലും നേരെ ആനന്ദനിലയത്തിലേക്ക് എത്തി. അപ്പോഴേക്കും വസുന്ധരാമയും ആനന്ദവർമ്മയും പറഞ്ഞ അനുസരിച്ച് വിൽപത്രം തയ്യാറാക്കി എല്ലാം റെഡിയാക്കി അവിടേക്ക് വക്കീല് എത്തി. അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ കണ്ടീഷൻസ് വായിക്കാനായി തയ്യാറാകുന്നു. എല്ലാം വളരെ വിശദമായി തന്നെ വായിക്കാമെന്ന് അദ്ദേഹം എല്ലാവരോടും പറയുമ്പോൾ അവിടുന്ന് ആദിത്യൻ വക്കീലിനോട് പറഞ്ഞു, വേണ്ട സർ, ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഞങ്ങൾ നേരത്തെ തന്നെ ഇതിനെല്ലാം സമ്മതം പറഞ്ഞതാണ്. ഈ ഒരു തീരുമാനത്തിൽ, അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു തീരുമാനത്തിൽ എനിക്കും എന്റെ ഭാര്യ അമൃതയ്ക്കും യാതൊരു വിയോജിപ്പോ
ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള എതിർപ്പും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വായിച്ചു കേൾക്കണമെന്നില്ല സർ എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ ആനന്ദവർമ്മയും വസുന്ധരാമയും പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത് മുഴുവൻ വായിച്ചില്ല എങ്കിലും ഇതിന്റെ യഥാർത്ഥ കാര്യം എന്താണെന്നും അതിന്റെ രത്നചുരുക്കം എന്താണെന്നും എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ആ കണ്ടീഷൻ എന്താണെന്ന് മാത്രം വക്കീൽ എല്ലാവരെയും ഒന്ന് അറിയിക്കണം എന്ന് വസുന്ധരാമ അറിയിച്ചു. വസുന്ധരാമയുടെ വാക്കുകൾ കേട്ട് വക്കീൽ അക്കാര്യം പറഞ്ഞു. ഇവിടെയുള്ള ആനന്ദ നിലയത്തിലെ സ്വത്തുക്കളിൽ മുഴുവൻ സ്വത്തിന്റെയും പകുതി മൂന്ന് മക്കൾക്കുമായി വീതിക്കുകയാണ്. ബാക്കി പകുതി സ്വത്തുക്കൾ ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിലാണ് എഴുതുന്നത്. ആ വാക്ക് കേട്ട ഐശ്വര്യ കലിയോടെയും പകയോടെയും വസുന്ധരാമയും ആനന്ദവർമ്മയും നോക്കുന്നു.